അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കളായില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് നല്ല സ്വാലിഹത്തായ ഒരു പെണ്ണിനെ ത്വലാക്ക് ചൊല്ലിയ ഒരു പെൺകുട്ടിയുടെ സംഭവം. ഈ ഒരു കാഴ്ച കാണുന്നത് റമദാൻ കിട്ടുമായി ബന്ധപ്പെട്ട് ആ നാട്ടിലൂടെ പോകുമ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞത് ഒരു ചെറിയ വീട് പൊളിഞ്ഞു കിടക്കുന്ന ഒരു ശോഷിച്ച് നിൽക്കുന്ന ആ വീട്ടിലേക്കും ഈ കിട്ട് കൊടുക്കണമെന്നായിരുന്നു. അങ്ങനെ ഈ കിട്ടുമായി പോകുമ്പോൾ ആ വീട്ടിൽ കണ്ട വളരെ വേദനകരമായൊരു ദൃശ്യമാണ്. ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ വീടാകെ വല്ലാത്ത ഒരു ദുർഗന്ധം പിടിച്ച വീടാണ്. ഒന്നും കയറാൻ പോലും പറ്റുന്നില്ല. കാരണം അവിടെ നോക്കുമ്പോൾ ഒരു സ്ത്രീയാണ് കാണുന്നത്. ആ സ്ത്രീയാണെങ്കിൽ കിടക്കയിൽ ഇങ്ങനെ കിടന്ന് വല്ലാത്ത ആ മുറി തന്നെ വല്ലാത്ത മൂത്രത്തിൻ്റെ പലതിൻ്റെയും ദുർഗന്ധം ആ വീട്ടിൽ വരുന്നുണ്ട്. ഉള്ളിൽ കയറുമ്പോൾ തൊട്ടടുത്ത് മറ്റൊരു സ്ത്രീയുണ്ട്. വലിയ പ്രായമൊന്നും തോന്നിക്കാത്തൊരു സ്ത്രീയാണ്. കിട്ടുമായി അകത്ത് ചെല്ലുമ്പോൾ ആ ക്ഷീണിച്ച സ്വരത്തിൽ ആരാണെന്ന് ചോദിച്ചപ്പോൾ വിവരങ്ങൾ പറഞ്ഞപ്പോൾ കിട്ടാണ് കുടന്നു വന്നത് പറഞ്ഞപ്പോൾ ആ കുടുംബത്തെ ഈ ഒരു അവസ്ഥയിൽ കാണുമ്പോൾ വലിയ ദുഃഖത്തോടു കൂടി ആ കിട്ട് കൊണ്ടുപോയ ആൾ ചോദിച്ചു, എന്താണ് നിങ്ങൾക്കുള്ള കഷ്ടപ്പാട്, എന്താണ് നിങ്ങളുടെ പ്രയാസം, നിങ്ങൾക്ക് എത്ര മക്കളാണെന്ന് ചോദിക്കുമ്പോൾ ആ ഉമ്മ പറയുകയാണ്, ഇത് അള്ളാഹു എനിക്ക് തന്ന വലിയ ഒരു പരീക്ഷണമാണ്, ശിക്ഷയാണ്. ഇത് ഞാൻ സന്തോഷത്തോടു കൂടി ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു തിരിച്ചറിയോടു കൂടിയുള്ള മറുപടിയാണ്. ഞാൻ ചെയ്ത തെറ്റിന് അള്ളാഹു എനിക്ക് തന്ന ശിക്ഷയാണെന്നാണ് പറഞ്ഞത്. എന്താണ് നിങ്ങൾ ചെയ്ത തെറ്റ്? തൊട്ടടുത്ത് ഒരാളിരിക്കുന്നു. ആരാന്ന് ചോദിക്കുമ്പോൾ ഈ ഉമ്മയുടെ മകളാണ്. പക്ഷേ ആ മകൾക്കൊന്ന് എഴുന്നേറ്റ് തൻ്റെ ശരീരം പോലും മറക്കാൻ പറ്റാത്തൊരവസ്ഥ. ശോഷിച്ചിരിക്കുകയാണ് ശരീരമാകെ. അതാരാണെന്ന് ചോദിച്ചപ്പോൾ മകളാണ്. അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ വലിയ മാരകമായ രോഗത്തിൻ്റെ അടിമയാണെന്നാണ് പറഞ്ഞത്. എന്താണ് നിങ്ങൾ ചെയ്തത്? ആ ഉമ്മ വിശദീകരിക്കാൻ തുടങ്ങി. എനിക്ക് 2 മക്കളാണ്, ഒരാണും ഒരു പെണ്ണും. എൻ്റെ ആണുമകൻ നല്ല ശക്തനാണ്, നല്ല ആരോഗ്യമുള്ള മകനാണ്. നമ്മുടെ വീടിൻ്റെ കാര്യമൊക്കെ വളരെ കൃത്യമായി നോക്കിക്കൊണ്ടിരുന്ന മോനാണ്. നമ്മുടെ ജീവിതം വളരെ സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ മകനിക്ക് ഞാനൊരു വിവാഹം കഴിപ്പിച്ചത്. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി എൻ്റെ മകനിക്ക് മക്കളുണ്ടായില്ല. മക്കളില്ലാതിരിക്കുമ്പോൾ എനിക്ക് സങ്കടപ്പെട്ടു. വിവാഹം കഴിച്ചു കൊടുന്ന ആ പെൺകുട്ടിയെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുത്തുവാക്കുകൾ പറഞ്ഞ് നോവിച്ചു കൊണ്ടേയിരുന്നു. ഏതായാലും മക്കളാകില്ല എന്ന് ഉറപ്പ് വന്നപ്പോൾ എനിക്കിതൊരു സങ്കടമായി. അവസാനം ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞ്, നിന്നെക്കൊണ്ട് എൻ്റെ മകൻ്റെ ജീവൻ നഷ്ടപ്പെടുകയാണ്. ഇതൊരു നല്ല പെണ്ണാണെങ്കിൽ എൻ്റെ മകനെ ഒഴിവാക്കി നീ പോകണം. ഈ ഒരു വാക്ക് ആ പെൺകുട്ടിയുടെ ഹൃദയത്തിൽ തറച്ചു. ആ പെൺകുട്ടി ചിന്തിച്ചു, എനിങ്ങനെ ഇവിടെ ജീവിച്ചാൽ വലിയ പ്രശ്നമാണ്. അങ്ങനെ അവർ രണ്ടാളും പിരിയുകയാണ്. അങ്ങനെ ഈ മകനിക്ക് വീണ്ടും ഒരു വിവാഹം കഴിപ്പിച്ചു. ആ വിവാഹം സന്തോഷത്തിൽ 1-2 വർഷങ്ങൾ നീങ്ങി. അപ്പോഴും കുട്ടി ഉണ്ടാകുന്നില്ല. അപ്പോൾ ആ പെൺകുട്ടിയുടെ പുതുതായി കല്യാണം കഴിച്ച പെൺകുട്ടിയുടെ വാപ്പ പറഞ്ഞു, കാര്യമായൊരു പരിശോധന നടത്തണം, ആർക്കാണ് പ്രശ്നമെന്നുള്ളത്. പരിശോധന നടത്തുമ്പോൾ അറിഞ്ഞത് പ്രശ്നമുള്ളത് ഈ മകനാണ് എന്നാണ്. അവർ തന്നെ ഒഴിവാക്കി. ഇനി എത്ര കാലം കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ ബന്ധം ഒഴിവാക്കി. അങ്ങനെ അത് പിരിഞ്ഞു. മകൻ ഒറ്റപ്പെട്ടു. അപ്പോൾ എനിക്ക് വലിയ സങ്കടമായത്, ആദ്യത്തെ ആ കുട്ടിയില്ലാത്തതിൻ്റെ കാരണമൊന്നും നാം പരിശോധിക്കാതെയാണ് അവളുമായവർ തലാക്ക് ചൊല്ലിപ്പിക്കുന്നത്. അവൾ കുട്ടിയില്ലെങ്കിലും കുഞ്ഞുങ്ങളെപ്പോലെ എൻ്റെ മകനെ നോക്കിയിരുന്നു. അത്രയും നല്ലൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി അവസാനം, ഇപ്പോൾ നിങ്ങളുടെ മകൻ്റെ അവസ്ഥ എന്താണ്, മകനിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ
വലിയ സങ്കടത്തോടു കൂടി ആ ഉമ്മ പറഞ്ഞത്, എൻ്റെ മകൻ ഇപ്പോൾ വല്ലാത്ത സങ്കടത്തിലാണ്. എൻ്റെ മകൻ ഇപ്പോൾ മാരകമായ രോഗത്തിൻ്റെ അടിമയാണ്. അവനും രോഗിയാണ്, എൻ്റെ മകളും രോഗിയാണ്, ഞാനും രോഗിയാണ്. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം അത്രയും പ്രയാസത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതമാർഗം എന്നുള്ളത് നമ്മുടെ തൊട്ടയൽവാസികളായ നല്ല അയൽവാസികൾ എന്തെങ്കിലും തന്നാൽ നമുക്ക് കുടിക്കാൻ കഴിയുമെന്നല്ലാതെ മറ്റൊന്നും നമ്മുടെ ജീവിതത്തിലൊന്നുമില്ല. ഇതൊക്കെ കിട്ടാൻ കാരണം ആ പെൺകുട്ടിയുടെ കണ്ണീരാണ് എന്ന് ആ ഉമ്മ പറഞ്ഞ വളരെ വേദനിപ്പിക്കുന്നൊരു സംഭവം. ഒരു പെണ്ണിൻ്റെ കണ്ണീരിന് ഇത്രയും വിലയുണ്ട് എന്നാണ് ഈ ഒരു കുടുംബത്തെ കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഇപ്പോൾ ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്ത് എന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോഴും ആ പെൺകുട്ടി വിവാഹം കഴിക്കാതെ, കാരണം അത്ര കണ്ട ആ മകനെ സ്നേഹിച്ചിരുന്നു, അവനില്ലാത്തൊരു ജീവിതം വേണ്ട എന്ന് കരുതി വിവാഹം കഴിക്കാതെ തന്നെ തൻ്റെ ജീവിതം ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുടുംബത്തിൻ്റെ വല്ലാത്തൊരവസ്ഥ, വേദനിപ്പിക്കുന്ന അവസ്ഥ. ഇതുണ്ടായത് ഈ കുടുംബം ഇത്രയും ഒരവസ്ഥയിലേക്ക് പോകാൻ കാരണം ആ പെൺകുട്ടിയുടെ ഒരു കണ്ണീർ. ഒരാളെ മനസ്സിനെ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല. വേദനിച്ചാൽ ഇതായിരിക്കും ആ കുടുംബം അനുഭവിക്കേണ്ടത്. ഒരു പെൺകുട്ടിയെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് വീടുകളുണ്ട്. ഇപ്പോൾ അതൊരു സുഖമായിരിക്കാം, പക്ഷേ ആ ഓരോ കണ്ണീരും അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയമുണ്ട്. അതുകൊണ്ട് ഒരാളെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് കണ്ണീരിലാക്കിയാൽ ഇത്തരത്തിലുള്ള ശിക്ഷകൾ ദുനിയാവിൽ തന്നെ അനുഭവിക്കേണ്ടി വരും. ആ കുടുംബത്തിന് അല്ലാഹു സന്തോഷകരമായ ജീവിതം അല്ലാഹു നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.